All my dear students, welcome to my class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു, ദെൻ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ദെൻ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു, സംശയങ്ങളൊന്നും ഇല്ല വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ഏത് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും, ഏത് എക്സാമിനാണെങ്കിലും ഈ ഭാഗത്ത് നിന്നൊരു ചോദ്യം, വളരെ വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉറപ്പായും ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ഭാഗം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഈ കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ, ക്ലിയർ അണ്ടർസ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ, തുടർന്ന് അങ്ങോട്ടുള്ള ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ക്ലിയർ ആവുള്ളൂ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ബോർഡിൽ നിങ്ങൾക്കൊരു സീക്വൻസ് കാണാം. ഇവിടെ ഞാനൊരു സീക്വൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ഒരു സീക്വൻസ് എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, എങ്ങനെയാണത് ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോപ്പർ സ്റ്റെപ്പാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം ആദ്യം പറയുന്നത് വെച്ചാൽ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കാം. ആൻഡ് സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ ഷോർട്ടായിട്ട് ഇങ്ങനെയാണ് എഴുതുക, എക്സ് എന്നിടും. എന്നിട്ട് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യും, നമ്മൾ 2 എന്നിട്ടാൽ സോ അതിങ്ങനെ വായിക്കണം സെക്കൻഡ് ടേം. ആൻഡ് എക്സ് എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്പർ ഇടുക വെച്ചാൽ അതിനുള്ള കറസ്പോണ്ടിങ് ടേം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ x2 - x1 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു, സോ സെക്കൻഡ് ടേം ഏതാണ് ഇവിടെ 5 ആണ്. ഫസ്റ്റ് ടേം 2, സെക്കൻഡ് ടേം 5, തേർഡ് ടേം 8, ഫോർത്ത് ടേം 11 ആൻഡ് ഫിഫ്ത്ത് ടേം 14. അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 5 - 2 എത്രയാണ് കിട്ടുക, 3. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 8 - 5 എത്രയാണ്, 8 - 5 എത്രയാണ്, 3 ആണ്, 3 തന്നെയാണ്. ആൻഡ് ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം എത്രയാണ്, 11 - 8, 11 - 8 എത്രയാണ്, 11 - 8 അഗെയിൻ എത്രയാണ്, 3 ആണ്. ആൻഡ് 15th ടേം മൈനസ് ഫോർത്ത് ടേം ആൻഡ് അതെത്രയാണ്, 14 - 11 എത്രയാണ്, 3 ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എല്ലാം എന്താണ്, 3 ആണ്, ഈക്വൽ ടു 3 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാത്തിൻ്റെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അവിടെ എന്താണ്, കോമൺ ഡിഫറൻസ് ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനർത്ഥം. സോ കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു സീക്വൻസ് തന്നിട്ട് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമ്മൾ അതിലെ എല്ലാ ടേമും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അടുത്തടുത്ത ടേമും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ സെയിം നമ്പർ ആണെങ്കിൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ എന്തല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, സോ നമുക്കിപ്പം ഇവിടെ കിട്ടിയിട്ടുള്ള, ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു സീക്വൻസ് എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, അങ്ങനെ നമുക്ക് ടേം ആയിട്ട് അതിനെയൊക്കെ പറയുന്നുണ്ട്. സോ നമ്മളിവിടെ എടുക്കുന്നത് അതിൻ്റെ ടേം ഡിഫറൻസ് ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. ടേം ഡിഫറൻസ്, അതിൻ്റെ ടേം ഡിഫറൻസ് എന്ന് പറയുന്ന കാര്യമാണ്. സോ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം എന്ന് പറയാം. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സീക്വൻസിലെ, അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസ് അത് എവിടെയുള്ള ടേം വേണേ ആവാം, അടുത്തടുത്ത ടേം ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒന്ന് ഇവിടെയാണെങ്കിൽ മറ്റേത് എവിടെ വേണമെങ്കിലും ആവാം. ഈ സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണല്ലോ. അപ്പോൾ എവിടെയെങ്കിലുമുള്ള രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് നമ്മൾ ഡിഫറൻസിലാണ് നമ്മൾ പറയുക ഷോർട്ടാക്കിയിട്ട് ടേം ഡിഫറൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെയുള്ള ഈ സീക്വൻസിൻ്റെ ടേം ഡിഫറൻസ് ഒക്കെ ഒന്ന് നോക്കുക, എഴുതി നോക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ ടേം ഡിഫറൻസ്. സോ അത് നമ്മളൊരു ഓർഡറിലൊന്നും അല്ല എടുക്കുന്നത്, റാൻഡംലി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണ്. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ ഈ ഒരു
സീക്വൻസിൽ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫിഫ്ത്ത് ടേമും ഫസ്റ്റ് ടേമും നമ്മൾ ഡിഫറൻസ് നോക്കുന്നു. ഫിഫ്ത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഫിഫ്ത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 14 മൈനസ് 2. 14 മൈനസ് 2 ഇസ് ഈക്വൽ ടു 12. ഓക്കെ, 12 വന്ന് കിട്ടി. ആൻഡ് വീണ്ടും ഏതെങ്കിലും, അതായത് നമ്മളെന്തെടുക്കുന്നു, ഫോർത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഫോർത്ത് ടേം എത്രയാണ്? 11 ആണ്. 11 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 2 ആണ്. 11 മൈനസ് 2 എത്രയാണ്? 9 ആണ്. ഓക്കെ, 9 കിട്ടി. ആൻഡ് അഗെയിൻ ഫിഫ്ത്ത് ടേം മൈനസ് തേർഡ് ടേം. ഫിഫ്ത്ത് ടേം നമ്മൾ തേർഡ് ടേം മൈനസ് ചെയ്തു. ഫിഫ്ത്ത് ടേമും തേർഡ് ടേമും നമ്മളെ ടേം ഡിഫറൻസ് നോക്കുന്നു. ഫിഫ്ത്ത് ടേം എത്രയാണ്? 14. ആൻഡ് തേർഡ് ടേം എത്രയാണ്? 8 ആണ്. 14 മൈനസ് 8 എത്രയാണ്? 14 മൈനസ് 8 ഈക്വൽ ടു 6 ആണ്. സോ 6 കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. തൊട്ട് മുന്നേ നമ്മൾ എന്ത് കണ്ടുവച്ചു? ഇവിടെയൊക്കെ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുവച്ചു. കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് ആണ് നമ്മൾ കോമൺ ഡിഫറൻസ് ഷോർട്ടാക്കി നമ്മൾ ഡി കൊണ്ടാണ് സൂചിപ്പിക്കുക. ഡി എന്നതിൻ്റെ ആവശ്യമില്ല, സി എന്നതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഡി കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഈക്വൽ ടു 3. നിങ്ങൾ നോക്കി നോക്ക്, ഇവിടെയുള്ള ഈ കോമൺ ഡിഫറൻസും ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ള ഈ ടേം ഡിഫറൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോമൺ ഡിഫറൻസും ടേം ഡിഫറൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉള്ളതായി തോന്നുന്നുണ്ടോ? നോക്കിയേ, നമുക്ക് എന്താ അവിടെ കാണാൻ സാധിക്കുന്നത്? 3 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ആൻഡ് നമുക്ക് കിട്ടിയ ടേം ഡിഫറൻസോ നമ്മൾ വെറുതെ റാൻഡംലി ഓരോന്ന് ചൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ടേം ഡിഫറൻസ് എത്രയാണ്? 12 കിട്ടി, 9 കിട്ടി, 6 കിട്ടി. ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ എന്താണ്? 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ത്? 12. അതേപോലെ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് 9. 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് 6. സോ 3ൻ്റെ മൾട്ടിപ്പിളായി വരുന്ന നമ്പേഴ്സാണ് നമുക്കിവിടെ കോമൺ ഡിഫറൻസ് ആയി കിട്ടുന്നത്. 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയി വരുന്ന നമ്പേഴ്സാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? കോമൺ ഡിഫറൻസ് ആയിട്ട്, ടേം ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. കോമൺ ഡിഫറൻസ് ആയ 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ്, മൾട്ടിപ്പിൾസ് ആയി വരുന്ന നമ്പേഴ്സാണ് നമുക്കിവിടെ ടേം ഡിഫറൻസ് കിട്ടുന്നത്. നമുക്ക് ഏത് ടേം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3ൻ്റെ മൾട്ടിപ്പിളായുള്ള നമ്പേഴ്സാണ്. ഓക്കെ, അത് നമുക്ക് മറ്റൊരു അരിത്തമെറ്റിക് സീക്വൻസ് കൂടി എടുത്തു നോക്കാം. ഈ ഒരു പ്രത്യേകത ചിലപ്പോൾ ഈ ഒരു സീക്വൻസിൽ മാത്രമാണോ, ബാക്കിയുള്ള സീക്വൻസൊക്കെ ഉണ്ടോ എന്ന് എടുത്തു നോക്കാൻ നമ്മൾ ചെയ്തു, നമ്മൾ വേറെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കൂടി എടുത്തു നോക്കിയിട്ട് ഇതേ പ്രത്യേകത അവിടെയും ഉണ്ടോ എന്ന് നോക്കുക. ഇതേ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെയുള്ള ടേം ഡിഫറൻസ് നമ്മൾ എടുത്ത് നോക്കും, ദെൻ അവിടെയുള്ള കോമൺ ഡിഫറൻസ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു പ്രത്യേകത നമുക്ക് അവിടെയും ഉണ്ടോ എന്ന് നോക്കാം. സോ നമ്മൾ മറ്റൊരു അരിത്തമെറ്റിക് സീക്വൻസ് കൂടി എടുത്തു നോക്കും. ഓക്കെ, നമ്മൾ മറ്റൊരു സീക്വൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 31, 35, 39, 43, 47 ആൻഡ് എക്സെട്ര. നമുക്ക് ഇതിന് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് കേട്ടോ, നമ്മളിനി ചെക്ക് ചെയ്ത് നോക്കേണ്ട അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സോ 31, 35, അപ്പോൾ എത്രയാണ് കൂടിയത്? 4. 35, 39, അഗെയിൻ 4. 39, 43, അഗെയിൻ 4. 43, 47, അഗെയിൻ 4. അപ്പോൾ 4 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമല്ലോ. സോ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 4. ഇനി നമുക്ക് നേരെ ചെയ്ത പോലെ റാൻഡംലി എന്ത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ ടേം ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫിഫ്ത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഫിഫ്ത്ത് ടേം എത്രയാണ് ഇവിടെ? 1, 2, 3, 4, 5. ഫിഫ്ത്ത് ടേം എത്രയാണ്? 47 ആണ്. ആൻഡ് ഫസ്റ്റ് ടേം എത്രയാണ്? 31 ആണ്. സോ 47 മൈനസ് 31. 47 മൈനസ് 31 എത്രയാണ്? നമുക്ക് നോക്കാം. 47 മൈനസ് 31 എന്ന് പറയുമ്പോൾ 48, 18 കിട്ടും. എത്ര കിട്ടും? 18 കിട്ടുന്നു. ആൻഡ് അഗെയിൻ വേറെ നമുക്ക് എന്താ എടുക്കാം? അവിടെ ഉള്ള പോലെ നമുക്ക് ഇവിടെ എടുത്ത് നോക്കാം. ഫോർത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഫോർത്ത് ടേം എത്രയാണ്? 43 ആണ്. 43 മൈനസ് 31. 43 മൈനസ് 31 എത്രയാണ് നോക്കാം. ആൻഡ് 43 31 മൈനസ് ചെയ്ത് എത്രയാണ്? 12 ആണ്. 43 31 മൈനസ് ചെയ്ത് എത്രയാണ്? 12 ആണ്. ആൻഡ് വേറെ എന്ത് നോക്കാം? ഫോർത്ത് ടേം മൈനസ് സെക്കൻഡ് ടേം. ഫോർത്ത് ടേം മൈനസ് സെക്കൻഡ് ടേം. ഫോർത്ത് ടേം 43 ആണ്, സെക്കൻഡ് ടേം 35 ആണ്. 43 മൈനസ് 35. 43 മൈനസ് 35 എത്രയാണ്?
43 നിന്ന് 35 മൈനസ് ചെയ്ത് നമുക്ക് കിട്ടും 8 കിട്ടും. 43 നിന്ന് 35 മൈനസ് ചെയ്ത് നമുക്ക് കിട്ടും 8 കിട്ടും. ഓക്കെ, നമ്മളിവിടെ മറ്റൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്തിരിക്കുകയാണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസിനാണ്, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് 31, 35, 39, 43, 47 എക്സെട്ര. ഓക്കെ, 31നോട് 4 ആഡ് ചെയ്താലാണ് 35 കിട്ടുക. 35, 39, 35നോട് അഗെയിൻ 4 ആഡ് ചെയ്താലേ നമുക്ക് 39 എത്തിച്ചേരും. 39 പ്ലസ് 43, 39ലേക്ക് 43ലേക്ക് അഗെയിൻ 4 ആഡ് ചെയ്യണം. 43 നിന്ന് 47ലേക്കും 4 ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്ത് വരുന്ന ഏതൊക്കെയാണ്? 4 ആണ്. ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുന്നു? ടേം ഡിഫറൻസ് നോക്കി നോക്കണം. ടേം ഡിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ റാൻഡംലി, നമ്മൾ അങ്ങനെ ഇന്ന ടേം നമ്മൾ ഡിഫറൻസ് നോക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കുന്നു. അപ്പോൾ ഫിഫ്ത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം 1, 2, 3, 4, 5. ഫിഫ്ത്ത് ടേം എത്രയാണ്? 47 ആണ്. 47 മൈനസ് ആൻഡ് ഫസ്റ്റ് ടേം എത്രയാണ്? 31 ആണ്. 47 മൈനസ് 31. 47 മൈനസ് 31 എത്രയാണ്? 16 ആണ്. 47 മൈനസ് 31 എത്രയാണ്? 16 ആണ്. ആൻഡ് അഗെയിൻ മറ്റൊരു ടേം ഏതൊക്കെയാണ്? ടേം ഡിഫറൻസ് നോക്കാം. ഫിഫ്ത്ത് ടേം മൈനസ് തേർഡ് ടേം. ഫിഫ്ത്ത് ടേം മൈനസ് തേർഡ് ടേം. ആൻഡ് ഫിഫ്ത്ത് ടേം എത്രയാണ്? 47 ആണ്. തേർഡ് ടേം 1, 2, 3 എത്രയാണ്? 39 ആണ്. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ടേമിന് തേർഡ് ടേം, അതായത് 47 39 മൈനസ് എത്രയാണ്? 8 കിട്ടുന്നു. എത്ര കിട്ടുന്നു? 8 കിട്ടുന്നു. ആൻഡ് നമുക്ക് അടുത്ത് നോക്കാം. ഫോർത്ത് ടേം മൈനസ് സെക്കൻഡ് ടേം. ഫോർത്ത് ടേം സെക്കൻഡ് ടേം നമ്മൾ ഡിഫറൻസ് നോക്കുന്നു. ഫോർത്ത് ടേം 43 ആണ്. സെക്കൻഡ് ടേം 35 ആണ്. അപ്പോൾ 43 മൈനസ് 35. 43 മൈനസ് 35 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? നമുക്ക് 12 കിട്ടുന്നു. സോ നമ്മൾ റാൻഡംലി ചൂസ് ചെയ്തു. നമ്മളിവിടെ പറഞ്ഞ അതേ പ്രത്യേകത എവിടെയുണ്ടെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞ പ്രത്യേകത എന്തായിരുന്നു? ഇവിടെ കോമൺ ഡിഫറൻസ് 3 ആണ് കിട്ടിയത്. ആൻഡ് ടേം ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ടേം ഡിഫറൻസ് ഒക്കെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ടേം ഡിഫറൻസ് ഒക്കെ എന്താണ്? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ആൻഡ് ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണല്ലോ. ആൻഡ് ടേം ഡിഫറൻസ് 16, 8, 12 അങ്ങനെയല്ലേ പോകുന്നത്. ആൻഡ് ഈ 16, 8, 12 എന്ന് പറയുന്ന ഈ നമ്പേഴ്സൊക്കെ എന്താണ്? കോമൺ ഡിഫറൻസ് ആയ 4ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? സോ ഇവിടെ എന്താണ്? കോമൺ ഡിഫറൻസ് ആയ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്ത്? ടേം ഡിഫറൻസ് വരുന്നത്. സോ നമുക്ക് എന്ത് നോക്കാം? രണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഏതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് എടുത്ത് നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കിയാലും ഈ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാലും നമുക്ക് എന്ത് കിട്ടും? ഇതേ പ്രോപ്പർട്ടി അവിടെയൊക്കെ നിൽക്കുന്നതായി നമുക്ക് കാണാം. എന്താണ് ഇവിടുത്തെ പ്രോപ്പർട്ടി? എന്താണ് ഇവിടുത്തെ ഒരു ഫീച്ചർ? എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്, ആ കോമൺ ഡിഫറൻസ് എത്രയാണോ അതേപോലെ തന്നെ അതിൻ്റെ ടേം ഡിഫറൻസ്, ഏത് ടേം തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കിയാലും, അരിത്തമെറ്റിക് സീക്വൻസിലെ ഏത് ടേം തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കിയാലും ആ കിട്ടുന്ന നമ്പർ, ആ ടേം ഡിഫറൻസ് എപ്പോഴും എന്താണ്? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഏത് അരിത്തമെറ്റിക് സീക്വൻസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ്? ആ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ടേം ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടേംസ് എവിടെയുള്ള ഏത് ടേംസ് നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും ആ ടേംസിൻ്റെ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും അതിൻ്റെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് ഓൺ കോമൺ ഡിഫറൻസ്. ഓക്കെ, അതിൻ്റെ തന്നെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏത് അരിത്തമെറ്റിക് സീക്വൻസ് ആയാലും ഈ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രത്യേകതയാണ്. എന്തായാലും എല്ലാവരും മനസ്സിലാക്കണം. എന്താണ് പ്രത്യേകത? ഏത് അരിത്തമെറ്റിക് സീക്വൻസ് എടുത്ത് പരിശോധിക്കാൻ അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ എന്തുണ്ട്? ആ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് is equal to what? Is equal to the product of its common difference. The product of its common difference. അപ്പോൾ അതിൻ്റെ പ്രോഡക്ട്സ് അല്ല, ഇറ്റ്സ് ദ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. അതായത് ആ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ കോമൺ ഡിഫറൻസിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ടേം ഡിഫറൻസ് ആയിട്ട് വരിക.
അപ്പോൾ നമ്മൾ ഏത് അരിത്തമെറ്റിക് സീക്വൻസ് എടുത്ത് പരിശോധിച്ചാലും ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മളിവിടെ പറഞ്ഞത്. സോ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയണം. ഓക്കെ, നമ്മളിവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമ്മളിവിടെ ബോർഡിൽ തന്നിരിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സോ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്? ആൻഡ് കോമൺ ഡിഫറൻസ് കാണാൻ നമ്മളോട് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞെന്താണ്, ഏതെങ്കിലും ഒരു സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ തൊട്ട് ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു എല്ലാ സ്റ്റെപ്പും എല്ലായിടത്തുള്ള ഡിഫറൻസ് കാണേണ്ട ആവശ്യം. ആൻഡ് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മളത് എല്ലാം എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ എന്തായാലും കോമൺ ഡിഫറൻസ് എല്ലാം സെയിം ആയിരിക്കും. ഏതെങ്കിലും രണ്ട് ടേം നമ്മൾ ഡിഫറൻസ് നോക്കിയാൽ മതി. സോ കോമൺ ഡിഫറൻസ് നമ്മളവിടെ നോക്കാം. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 10, 13, 16, 19 എന്ന് പറഞ്ഞു പോവാണ്. സോ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. എത്രയാണ്? 30 മൈനസ് 10 എത്ര? 3 കിട്ടുന്നു. കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. വളരെ എളുപ്പമല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനാവുന്നുണ്ട്. 3 ആണ് നമുക്ക് കണ്ടുപിടിക്കാനാവും. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. ആൻഡ് ഇതേപോലെ ആണെങ്കിൽ, അതായത് നമുക്ക് ഈ രീതിയിൽ വരുമ്പോൾ എന്താണ് എളുപ്പമാണ്. കാരണം ഒരു ടേമിൻ്റെ തൊട്ട് പ്രീവിയസ് ടേം അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഒരു ടേമിൻ്റെ തൊട്ട് പ്രീവിയസ് ടേം സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? അതിൻ്റെ കോമൺ ഡിഫറൻസ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ വേറൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെ എടുത്ത് നോക്കാം. വേറൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കാൻ നോക്കാം. അതായത് എക്സാമ്പിൾ 11, 21. ഇവിടെ ബോർഡ് തന്നില്ല, ഇവിടെ രണ്ടാമത് ഞാൻ തന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓൺലി 3 ടേംസേ ഉള്ളൂ ഇവിടെ. ബട്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇവിടെ ഒരു ടേം മിസ്സിംഗ് ആണ്. ഏതാണ്? സെക്കൻഡ് ടേം എന്താണ്? മിസ്സിംഗ് ആണ്. ഫസ്റ്റ് ടേം എത്രയാണ്? 11 ആണ്. സെക്കൻഡ് ടേം മിസ്സിംഗ് ആണ്. ആൻഡ് തേർഡ് ടേം 21 ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ്, സെക്കൻഡ് ടേം നമുക്ക് കണ്ടെത്തണം. സെക്കൻഡ് ടേം നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം, എഴുതാൻ പറ്റണം. സെക്കൻഡ് ടേം കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്തായാലും എന്ത് വേണം? ഫസ്റ്റ് ടേം അറിയാം. ദെൻ വേണ്ടത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് വേണ്ടത്. കോമൺ ഡിഫറൻസ് അറിയുമോ? ഇല്ല. കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇങ്ങനെ ടേം മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം. അങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ മേലത്തെ ചെയ്ത പോലെ തന്നെ എളുപ്പമാണോ ഇവിടെ? അല്ല, മേലെ എളുപ്പമായിരുന്നു. കാരണം എന്താണ്? അടുത്തടുത്ത ടേംസ് ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ്? അടുത്തടുത്ത ടേംസ് ഉണ്ടോ? ഇല്ല, അടുത്തടുത്ത ടേംസ് ഇല്ല. ആകെ 3 ടേമേ ഉള്ളൂ. അതിൽ നമുക്കൊരു ടേം തന്നിട്ടുമില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും? എങ്ങനെ ഇവിടെ നിന്ന് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അതാണ് നമ്മുടെ ചോദ്യം. സോ അതിന് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമിനോട് ഞാൻ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? മനസ്സിലായോ? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമിനോട് അതിൻ്റെ കോമൺ ഡിഫറൻസ്, എത്ര കോമൺ ഡിഫറൻസ്? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാണ്. ഓൺലി 1 കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേമിനോട് 1 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ കിട്ടുന്ന എന്തായിരിക്കും? സെക്കൻഡ് ടേം ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേമിനോട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. അതേ ഫസ്റ്റ് ടേമിനോട് ഞാൻ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലോ? അതേ ഫസ്റ്റ് ടേമിനോട് ഞാൻ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലോ? അപ്പോൾ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? യെസ്, തേർഡ് ടേം ആയിരിക്കും. ഫസ്റ്റ് ടേമിനോട് 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? തേർഡ് ടേം ആയിരിക്കും. ഓക്കെ, വീണ്ടും ഫസ്റ്റ് ടേമിനോട് ഞാൻ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തെങ്കിലോ? യെസ്, ഓഫ് കോഴ്സ് ഫോർത്ത് ടേം ആയിരിക്കും കിട്ടുക. ഇതേപോലെ ഫസ്റ്റ് ടേമിനോട് ഞാൻ 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. ഫസ്റ്റ് ടേമിനോട് ഞാൻ 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. അങ്ങനെ വെച്ചാൽ എന്താ കിട്ടുക? യെസ്, 10th ടേം ആയിരിക്കും എന്താ കിട്ടുക?
10th ടേം ആയിരിക്കും കിട്ടുക. ഇത് ഫസ്റ്റ് ടേമിനോട് മാത്രമല്ല, നമ്മളിപ്പോൾ ഫിഫ്ത്ത് ടേമിനോട് 3 കോമൺ ഡിഫറൻസ്, ഫിഫ്ത്ത് ടേം പ്ലസ് 3 കോമൺ ഡിഫറൻസ്, 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഫിഫ്ത്ത് ടേമിനോട് 1 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 6th ടേം, 2 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 7th ടേം, 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലോ അവിടെ കിട്ടുന്നത് 8th ടേം ആയിരിക്കും. അപ്പോൾ അതേ രീതിയിൽ ഒരു അതായത് അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമിനോട് നമ്മൾ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ടേം ആയി കിട്ടുക. 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുകയാണെങ്കിലോ അതിൻ്റെ അടുത്തതിൻ്റെ അടുത്ത ടേം ആയിരിക്കും കിട്ടുക. ആൻഡ് നമ്മൾ ഒരു കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലോ അപ്പോൾ എന്തായിരിക്കും കിട്ടുക? തൊട്ട് പുറകിലെ ടേം ആയിരിക്കും, പ്രീവിയസ് ടേം ആയിരിക്കും. ആ രീതിയിൽ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഏത് ടേമിനെയോ ഫസ്റ്റ് ടേമിനോട് ഇത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ, ഫസ്റ്റ് ടേമിനോട് ഒരു നമ്പർ ഓഫ് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ ആണ് ഈ ഒരു ടേം കിട്ടുക എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. ഓക്കെ, നമ്മൾ വീണ്ടും തിരിച്ചു വരാം നമ്മുടെ ചോദ്യത്തിലേക്ക്. ഇവിടെ നമുക്ക് എന്തായിരുന്നു? ഫസ്റ്റ് ടേം എത്രയാണ്? 11 ആണ്. 11 ആണ് ഫസ്റ്റ് ടേമാണ്. ആൻഡ് സെക്കൻഡ് ടേം അറിയോ? ഇല്ല. ഞാൻ പറയട്ടെ, 11നോട് ഞാൻ ഒരു കോമൺ ഡിഫറൻസ് 11 പ്ലസ് 1d, 11 പ്ലസ് 1 കോമൺ ഡിഫറൻസ് എന്ന് എഴുതിക്കൂടെ എനിക്ക്? പ്രശ്നമല്ല. അങ്ങനെ വെച്ചാൽ 21 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം ആണല്ലോ. ഫസ്റ്റ് ടേമിനോട് 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? തേർഡ് ടേം അല്ലേ? അപ്പോൾ 11 പ്ലസ് 2d, 11 പ്ലസ് 2d എന്തിന് ഈക്വൽ ആയിരിക്കണം? 21-ന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, 11 പ്ലസ് 2d എന്തായിരിക്കും? എന്തിന് ഈക്വൽ ആയിരിക്കണം? 21-ന് ഈക്വൽ ആയിരിക്കണം. നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്താൽ 11 പ്ലസ് 2d ഈക്വൽ ടു 21 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട കാര്യമാണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇവിടെ നമുക്ക് അറിയാത്തതായുള്ള ഒരു സാധനമേ ഉള്ളൂ, ഒരു വേരിയബിളേ ഉള്ളൂ, ഡി ആണ്. ഡീൻ്റെ വാല്യൂ അറിയില്ല. ഇപ്പോൾ ഡീൻ്റെ വാല്യൂ അറിയില്ലെങ്കിൽ ഡി ഒരു സ്ഥലത്ത് നിർത്തുക, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക? ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് എന്ത് ചെയ്യുക? മറുവശത്തേക്ക് കൊണ്ടുപോകുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുക. അപ്പം ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ 11 പോസിറ്റീവാണ്, മറുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് ആകും. അങ്ങനെയല്ലേ? പോസിറ്റീവ് ഉള്ളൊരു സാധനം മറുവശത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആകും. നെഗറ്റീവ് ഉള്ളൊന്ന് മറുവശത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആകും. ഡിവിഷൻ മറുവശത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. മൾട്ടിപ്ലിക്കേഷൻ മറുവശത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആകും. അറിയുന്ന കാര്യമാണ്. സോ 11 അങ്ങോട്ട് പോയി. അപ്പോൾ എന്താ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ? 2d ഈക്വൽ ടു 21 അങ്ങനെ തന്നെ ഉണ്ട്. 11 എങ്ങനെ അവിടെ പോകുമ്പോൾ എന്താവും? ഇവിടെ പ്ലസ് ആയിരുന്നു, പോസിറ്റീവായിരുന്നു, അവിടെ പോകുമ്പോൾ നെഗറ്റീവായി. 21 മൈനസ് 11, 20 മൈനസ് 11 എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ 2d ഈക്വൽ ടു 10 ആണ്. 2d ഈക്വൽ ടു 10 ആണ്. അപ്പോൾ d ഈക്വൽ ടു 10/2. 10/2 എത്രയാണ്? 5 ആണ്. ഓക്കെ, 11 പ്ലസ് 2d എന്ന് 21 നമ്മൾ എഴുതി. ആൻഡ് 21 തേർഡ് ടേം ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതാനായത്. ആൻഡ് അതുകൊണ്ട് ഈ 11 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ 2d ഈക്വൽ ടു 10 എന്നായി. സോ d ഈക്വൽ ടു എന്തായാലും 10/2, അതായത് 5 കിട്ടി. സോ ഹിയർ കോമൺ ഡിഫറൻസ് 5 ആണ്. ആൻഡ് ഇവിടെ ഇനി ഈ ടേം കാണുന്ന സെക്കൻഡ് ടേം കാണുന്ന ഇനി വലിയൊരു എന്താ പറയുക പ്രശ്നമുള്ള കാര്യമല്ല. കാരണം 11 പ്ലസ് 5 എത്ര കിട്ടി? 16. 11 പ്ലസ് 5 എത്രയാണ്? 16 എന്ന് കിട്ടി. സോ നമ്മൾ സെക്കൻഡ് ടേം കണ്ടുപിടിച്ചു. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയോ? സോ നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാം, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അതിലെ 1-2 കാര്യങ്ങളോട് പറയാം. ഓക്കെ, നോക്കാം. ഓക്കെ, നമ്മളിവിടെ മറ്റൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നോക്കുന്നത്. 15 -, and 60. അതായത് നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ആൻഡ് ഫോർത്ത് ടേം 60. സോ ഫസ്റ്റ് ടേമും അതേപോലെ എന്താണ് ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ കൺവെൻഷണൽ മെത്തേഡ് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ 15 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതെങ്ങനെ എഴുതാം? ഇവിടെ 15. സെക്കൻഡ് ടേം എങ്ങനെ എഴുതാം? 15നോട് 1 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് 15 പ്ലസ് d. ആൻഡ് തേർഡ് ടേമോ 15 പ്ലസ് 2d അല്ലേ? 15 പ്ലസ് 2d.
ആൻഡ് ഫോർത്ത് ടേം 15 പ്ലസ് 3d അല്ലേ, 15 പ്ലസ് 3d എന്ന് എഴുതി കൂടെ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 60 എന്ത് ഈക്വൽ ആയിരിക്കും? 50 പ്ലസ് 3d ഈക്വൽ അല്ലേ. നമുക്ക് എന്ത് ചെയ്താം? 50 പ്ലസ് 3d ഈസ് ഈക്വൽ ടു 60 എന്ന് എഴുതുന്നു. 15 മറുവശത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 3d ഈസ് ഈക്വൽ എന്ന് കിട്ടുന്നു 16 മൈനസ് 15. 16 മൈനസ് 15 എന്ന് കിട്ടുന്നു. ആൻഡ് അടുത്ത d കണ്ടുപിടിക്കണം. 16 മൈനസ് 15 ഓൾ ഡിവൈഡ് ബൈ 3. 16 മൈനസ് 15 എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്? 45 ആണ്. ആൻഡ് 45 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? 15. എത്രയാണ് കിട്ടുന്നത്? 15 തന്നെയാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസും. സോ 15 പ്ലസ് 15 ഇവിടെ എത്ര കിട്ടും? 30 കിട്ടും. ആൻഡ് 30 പ്ലസ് 50 എത്ര കിട്ടും? 45 കിട്ടും. 45 പ്ലസ് 15 എത്ര കിട്ടുന്നു? 60 കിട്ടുന്നുണ്ടല്ലോ. സോ എന്താണ് ഇത്? ക്ലിയർ ആണ്. അപ്പോൾ അത് കിട്ടുന്ന വിധം ഞാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് എല്ലായ്പ്പോഴും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാനാവില്ല. നമുക്ക് അവിടെ എന്ത് വേണം? ഒരു എളുപ്പ വഴി, ഒരു ഈസി മെത്തേഡ് വേണം. ഈസി മെത്തേഡ് എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? നമുക്കൊരു ഇക്വേഷൻ വേണം. സോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളോട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. സോ നോക്കാം. അത് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിവിടെ അറിയുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമും ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും, അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ട് ടേമും അതിൻ്റെ പൊസിഷൻസും നമുക്കറിയാം. രണ്ട് ടേംസും അവയുടെ പൊസിഷൻസും നമുക്ക് ഇപ്പോൾ ക്ലിയർ ആണ്. ഇവ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ച് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചത്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? 15 പ്ലസ് 3d ഈസ് ഈക്വൽ ടു 60 എന്ന് എഴുതി. ദെൻ 3d ഈസ് ഈക്വൽ ടു 16 മൈനസ് 15 എഴുതി. ആൻഡ് ഈ 16 മൈനസ് 15 എന്താ സംഭവം? 16 എന്ന് വെച്ചാൽ ടേം ആണ്, ആൻഡ് 15 എന്ന് പറഞ്ഞാൽ ടേം ആണ്. സോ 16 മൈനസ് 15 എന്ന് പറഞ്ഞാൽ ഒരു ടേം ഡിഫറൻസ് അല്ലേ? 16 ടേം ആണ്, 15 ടേം ആണ്. സോ 16 മൈനസ് 15 എന്ന് പറഞ്ഞാലോ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ഡിഫറൻസ് ആണല്ലോ. യെസ്. ആൻഡ് ഈ 3നെയാണ് ഞാൻ ഒന്ന് മാറ്റാൻ പോകുന്നത്. ഈ 3നെങ്കിൽ എവിടെ നിന്നാണ് കിട്ടിയിരുന്നത്? നോക്കിക്കുക നിങ്ങൾ. ഇവിടുത്തെ ഈ 60യുടെ പൊസിഷൻ നമ്പർ എത്രയാണ്? 60യുടെ പൊസിഷൻ എത്രയാണ്? ഫോർത്ത് ടേം ആണ്. അപ്പോൾ പൊസിഷൻ നമ്പർ എത്രയാണ്? 4 ആണ്. പൊസിഷൻ നമ്പർ എത്രയാണ്? 4 ആണ്. ആൻഡ് 15, അതായത് ഫസ്റ്റ് ടേമാണ് 15. സോ അതിൻ്റെ പൊസിഷൻ നമ്പർ എത്രയാണ്? 1 ആണ്. നമുക്ക് കിട്ടി 3 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഈ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ഈ ടേംസിൻ്റെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ നമുക്ക് ഈ 3 എന്ന് പറഞ്ഞ് കിട്ടുന്നത്? നോക്കിയേ, ഇവിടെ 4 ആണ്, ഇവിടെ 1 ആണ്. 4 മൈനസ് 1 എന്താണ്? 3 ആണ്. അതായത് നമുക്ക് അവിടെ കിട്ടുന്ന എന്താണ്? ഇതിൻ്റെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പൊസിഷൻ ഡിഫറൻസ് വിളിക്കാം. എന്ത് വിളിക്കാം? പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ എന്താണ്? ടേം ഡിഫറൻസ്. ഇതെന്താണ്? 3 എന്താണ്? പൊസിഷൻ ഡിഫറൻസ്. ഇത് നമ്മൾ എന്താക്കുന്നു? കോമൺ ഡിഫറൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? d ഈക്വൽ ടു 16 മൈനസ് 15 ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 3 എന്തായാലും മീൻ ചെയ്യുന്നത് പൊസിഷൻ ഡിഫറൻസിനെ അല്ലേ? സോ പൊസിഷൻ ഡിഫറൻസ്, അതായത് ഇവിടെ വേറെ എഴുതിയാൽ 16 മൈനസ് 15 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 എന്ന രീതിയിൽ കൂടെ. സോ 16 മൈനസ് 15 എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ്, 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 16 മൈനസ് 15 ആയ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഫോർമുലയിൽ നമുക്ക് എത്തിച്ചേർന്നൂടെ? ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇക്വേഷൻ അതാണ്. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സോ ഇവിടെ നമുക്ക് ഏത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും രണ്ട് ടേമും ആ ടേംസിൻ്റെ പൊസിഷൻസും അറിയാമെങ്കിൽ അത് ആ ടേമും ആ പൊസിഷൻസും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണെന്ത്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ
പൊസിഷൻ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ആപ്ലിക്കേഷനിൽ വേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. സോ കൃത്യമായി പഠിക്കണം. ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ക്ലിയർ ആയോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. സോ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടെത്തുക എന്നുകൂടി നമ്മൾ പറയണം. എങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്? ഓക്കെ, നോക്കാം. ഓക്കെ, നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലാണ് നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യനാണ് in an arithmetic sequence fifth term is equal to 35. Fifth term എത്രയാണ്? 35 ആണ്. ആൻഡ് ninth term is equal to 67. Ninth term എത്രയാണ്? 67. Then what is the common difference? അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് ടേംസും അതിൻ്റെയൊക്കെ പൊസിഷൻസും തന്നിട്ടുണ്ട്. രണ്ട് ടേംസും അതിൻ്റെയൊക്കെ പൊസിഷൻസ് തന്നിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെ ആൻസർ ചെയ്യാം? ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആൻസർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇതിപ്പോൾ ഞാൻ ചോദ്യം ഒന്ന് ഷോർട്ടാക്കി ചെയ്തതാണ്. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ലിസ്റ്റ് ചെയ്യണം. ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട് 35 ആൻഡ് നയൻത്ത് ടേം തന്നിട്ടുണ്ട് 67. ഈ രണ്ട് കാര്യം തന്നിട്ടുണ്ടോ? രണ്ട് ടേംസ് അറിയാം, അതിൻ്റെ പൊസിഷൻസ് അറിയാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തുകൂടെ? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണ എന്താ കാര്യം? രണ്ട് ടേമും ഉണ്ടായിരിക്കണം, അവയുടെയൊക്കെ പൊസിഷൻസും നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നമ്മളത് അപ്ലൈ ചെയ്യുന്നു. സോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കുക? നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുമ്പം ഡയറക്റ്റ് നമ്പേഴ്സ് എന്ത് ചെയ്യാണ് കൊടുക്കാതെ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഇക്വേഷൻ എഴുതി വെക്കുക. സോ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ആൻഡ് ടേംസ്, ഇവിടുത്തെ ടേംസ് ഏതൊക്കെയാണ്? 67 ഉം 35 ആണ് ഇവിടുത്തെ ടേംസ്. 67 മൈനസ് 35 എന്നപ്പോൾ എഴുതാൻ നമുക്ക്. ഓക്കെ. ആൻഡ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. ഇത് ചെയ്യുമ്പോൾ നമ്മളിവിടെ ആദ്യം എഴുതിയ ടേം 67 ആണ്. ദെൻ 67 ആണ് ആദ്യം എഴുതിയത്. അതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ നമ്പറായ 9 ആയിരിക്കണം താഴെ ഫസ്റ്റ് എഴുതേണ്ടത്. ഫസ്റ്റ് എഴുതിയ നമ്പർ ടേം ഏതാണോ അതിൻ്റെ പൊസിഷൻ ആയിരിക്കണം ഫസ്റ്റ് എഴുതേണ്ടത്. സെക്കൻഡ് എഴുതിയ ടേം ഏതാണോ അതിൻ്റെ പൊസിഷൻ ആയിരിക്കണം സെക്കൻഡ്. സോ 9 മൈനസ് ആൻഡ് 35ൻ്റെ പൊസിഷൻ നമ്പറോ 5. 67 മൈനസ് 35. 67 നിന്ന് 35 മൈനസ് ചെയ്താൽ 67 നിന്ന് 35 മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 32 ആണ് കിട്ടുക. എത്ര കിട്ടും? 32 കിട്ടും. ആൻഡ് 9 മൈനസ് 5. 9 മൈനസ് 5 എത്രയാണ്? 4 ആണ്. ആൻഡ് 32 ബൈ 4 എത്ര കിട്ടും? 8 കിട്ടും. ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് ഓഫ് ദ ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് ഈക്വൽ ടു 8. ക്ലിയർ ആണല്ലോ? ഈ രീതിയിൽ ഈ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനാവും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, അതിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ബേസായുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഈ കാര്യം തറോ ആയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഹയർ ലെവലിലേക്ക് നമുക്ക് പോകാനാവും. സോ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന് വിചാരിക്കുന്നു, കൃത്യമായി മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ 21ാമത്തെ പേജിൽ 21st പേജിലെ 1, 2, 3 ആദ്യത്തെ ആ 3 ചോദ്യങ്ങൾ, ആ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ പറഞ്ഞുള്ള ഭാഗത്തിൽ പെടുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. 21ാമത്തെ 21 പേജ് നമ്പർ 21ലെ 3 ചോദ്യം, ഒന്നാമത്തെയും രണ്ടാമത്തെയും അതേപോലെ തന്നെ മൂന്നാമത്തെയും ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ പറഞ്ഞുള്ള എല്ലാ കാര്യമാണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക ആൻഡ് വർക്കൗട്ട് ചെയ്യുക. കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ആൻഡ് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുക്കുന്ന ക്ലാസ് എന്നാണ്. അതിൻ്റെ നോട്ട് നിങ്ങൾ എഴുതണം. ഞാൻ ഇവിടെ ബോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെയൊക്കെ നോട്ട്സ് ഉണ്ടാവണം. ആൻഡ് ഡെഫിനേഷൻസൊക്കെ ടെക്സ്റ്റിലുണ്ട്. ആ ഡെഫിനേഷൻസൊക്കെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ ട്രൈ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.